ഒടുവിൽ കേരളം 71 ദിവസമായി കാത്തിരിക്കുന്ന ആ ചോദ്യത്തിന് ഉത്തരമായിരിക്കുന്നു. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുന്റെ ലോറി ഗംഗാവലി പുഴയിൽ നിന്ന് കണ്ടെത്തി. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽപ്പെട്ട അർജുന്റെ ലോറി കണ്ടെത്തിയത് 71 ദിവസങ്ങൾക്ക് ശേഷമാണ്. 71 ദിവസങ്ങൾക്ക് ശേഷമാണ് ലോറി പുഴയിലെ വെള്ളത്തിനടിയിൽ മണ്ണിൽ പുതഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. കേരളത്തിലെ ഓരോ മലയാളികളുടെയും വേദനയായിരുന്നു അർജുൻ. അർജുന്റെ കാര്യത്തിൽ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കുമെന്നായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ. ജീവനോടെ തിരിച്ചു വരണമെന്നായിരുന്നു എല്ലാവരുടെയും പ്രാർത്ഥന. അർജുനെ ജീവനോടെ അല്ലെങ്കിലും കണ്ടെത്തിയിരിക്കുന്നു. മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ളവർക്കായി ഇന്നും നടത്തിയ തിരച്ചിലിലാണ് ലോറിയുടെ ഭാഗം കണ്ടെത്തിയത്. അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടെ ഭാഗമാണിത് എന്ന് ലോറി ഉടമ മനാഫ് സ്ഥിരീകരിച്ചു. ലോറിയുടെ മുൻഭാഗം അടങ്ങിയ ക്യാബിനാണ് വെള്ളത്തിനടിയിൽ നിന്ന് ലഭിച്ചത്. CP2 കേന്ദ്രീകരിച്ചു നടത്തിയ തിരച്ചിലിലാണ് ലോറി കണ്ടെത്തിയത്. ലോറിയുടെ ക്യാബിനിൽ ഒരു മൃതദേഹവുമുണ്ട്. അഴുകിത്തുടങ്ങിയ നിലയിലാണ് ക്യാബിലെ ശരീരം. അതിനാൽ തന്നെ അർജുന്റേതാണ് ശരീരം എന്ന് ഔദ്യോഗികമായി തെളിയിക്കാൻ തിരിച്ചറിയാൻ പരിശോധനകൾ വേണ്ടിവരും. അതേസമയം എല്ലാവർക്കുമുള്ള ഉത്തരം ഇതോടെ ലഭിച്ചെന്ന് അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ പറഞ്ഞു. അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ തുടങ്ങിയത് മുതൽ ജിതിൻ ഷിരൂരിലുണ്ട്. അർജുൻ തിരിച്ചു വരില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. പക്ഷേ എന്തെങ്കിലും അവശേഷിപ്പ് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു പ്രധാനം. അർജുന് വേണ്ടി അർജുന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കാൻ കർമ്മങ്ങളെങ്കിലും ചെയ്യാമല്ലോ. അതുകൊണ്ട് തന്നെ അർജുന്റേതായി എന്തെങ്കിലും അവശേഷിപ്പ് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു പ്രധാനമെന്ന് ജിതിൻ പറയുന്നു. അർജുന്റെ ശരീരം തന്നെയാണ് ഇതെന്ന് കരുതുന്നത്. ജൂലൈ 16-ാം തീയതിയായിരുന്നു ദേശീയപാത 66-ൽ ഷിരൂരിൽ ചായക്കടയ്ക്ക് സമീപം മണ്ണിടിച്ചിൽ ഉണ്ടായത്. ചായക്കടയുടെ മുമ്പിൽ നിന്നവരും സമീപം പാർക്ക് ചെയ്ത വാഹനങ്ങളുമാണ് മണ്ണിനടിയിൽ അകപ്പെട്ടത്. ചായക്കട ഉടമയും കുടുംബവും ഉൾപ്പെടെ 7 പേർ അപകടത്തിൽ മരിച്ചിരുന്നു. ദേശീയപാതയിലെ പാതയുടെ ഒരു വശം കുന്നും മറുവശം ഗംഗാവലി നദിയുമാണ്. അപകട സമയത്ത് ഇവിടെ നിർത്തിയിട്ട ഇന്ധന ടാങ്കർ ഉൾപ്പെടെ 4 ലോറികൾ ഗംഗാവലി നദിയിലേക്ക് തെറിച്ചു വീണ് ഒഴുകിയിരുന്നു. അപകടത്തിന്റെ വാർത്തകൾ കേട്ടതിനു പിന്നാലെ GPS പരിശോധിച്ചപ്പോഴാണ് മരം കയറ്റി വരികയായിരുന്ന അർജുന്റെ ലോറിയും മണ്ണിനടിയിൽ തന്നെയാണെന്ന് വിവരം കുടുംബം അറിഞ്ഞത്. കനത്ത മഴയിൽ പുഴയിൽ ഇറങ്ങാനുള്ള പരിശോധനകൾക്കെല്ലാം പരിധി ഉണ്ടായിരുന്നു. ഒടുവിൽ കേരളത്തിന്റെയും കുടുംബത്തിന്റെയും നിരന്തര അഭ്യർത്ഥന മാനിച്ചാണ് കർണാടക കഴിഞ്ഞ ദിവസം തിരച്ചിൽ തുടങ്ങിയത്. ഗോവയിൽ നിന്നും ഡ്രഡ്ജർ എത്തിയാണ് 3-ാം ഘട്ട തിരച്ചിൽ ആരംഭിച്ചത്. ആ തിരച്ചിലിന് ഫലമുണ്ടായിരിക്കുന്നു. അർജുനെയും ലോറിയെയും തിരികെ കിട്ടിയിരിക്കുന്നു. വലിയ ദുഃഖത്തോടെയും സങ്കടത്തോടെയാണെങ്കിലും അർജുനെ തിരികെ കിട്ടിയെന്നൊരു ആശ്വാസവും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്.